Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ഈ ചോദ്യം നോക്കാം. തയ്യാറാണോ? രണ്ട് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അസർഷൻ എ, റീസൺ ആർ. അസർഷൻ എ. മഴവില്ല് ആകാശത്ത് സൂര്യപ്രകാശത്താൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സ്പെക്ട്രമാണ്. റീസൺ ആർ. സൂര്യൻ തലയ്ക്കു മുകളിൽ നിൽക്കുമ്പോഴും അന്തരീക്ഷത്തിൽ ജലകണങ്ങൾ ഉള്ളപ്പോഴുമാണ് മഴവിൽ ഉണ്ടാകുന്നത്. ഓപ്ഷൻ എ. രണ്ടും ശരിയാണ്, കൂടാതെ റീസൺ ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ ബി. രണ്ടും ശരിയാണ്, എന്നാൽ റീസൺ ശരിയായ വിശദീകരണമല്ല. ഓപ്ഷൻ സി. അസർഷൻ ശരിയാണ്, എന്നാൽ റീസൺ തെറ്റാണ്. ഓപ്ഷൻ ഡി. അസർഷൻ തെറ്റാണ്, എന്നാൽ റീസൺ ശരിയാണ്. ഇതിൽ ഏതാണ് ശരി? ശരിയായ ഉത്തരം ഘട്ടം ഘട്ടമായി കണ്ടെത്താം. ആദ്യം ഈ ചിത്രം ശ്രദ്ധിക്കുക. മഴവില്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അന്തരീക്ഷത്തിലെ ഒരു ജലകണത്തിലേക്ക് സൂര്യപ്രകാശം കടക്കുമ്പോൾ ആദ്യം അതിന് അപവർത്തനം സംഭവിക്കുകയും നിറങ്ങളായി വേർതിരിയുകയും ചെയ്യുന്നു. ഇതിനെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. തുടർന്ന് ജലകണത്തിന്റെ പിൻഭാഗത്ത് വെച്ച് ആന്തരിക പ്രതിപതനം നടക്കുന്നു. അവസാനം ജലകണത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും അപവർത്തനം സംഭവിക്കുന്നു. നമുക്ക് ഇത് പരിശോധിക്കാം. ഘട്ടം 1, അസർഷൻ പരിശോധിക്കുക. മഴവില്ല് ഒരു സ്വാഭാവിക സ്പെക്ട്രം ആണെന്ന് അസർഷൻ പറയുന്നു. ഇത് ശരിയാണ്. ഘട്ടം 2, റീസൺ പരിശോധിക്കുക. സൂര്യൻ തലയ്ക്കു മുകളിൽ നിൽക്കുമ്പോഴാണ് മഴവിൽ ഉണ്ടാകുന്നത് എന്ന് റീസൺ പറയുന്നു. എന്നാൽ സൂര്യന്റെ വിപരീത ദിശയിൽ മാത്രമേ മഴവില്ല് രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സൂര്യൻ നേരെ മുകളിൽ ആണെങ്കിൽ മഴവില്ല് ആകാശത്ത് കാണാൻ സാധിക്കില്ല. അതിനാൽ റീസൺ എന്ന പ്രസ്താവന തെറ്റാണ്. ഘട്ടം 3, നിഗമനം. അസർഷൻ എ ശരിയാണെന്നും എന്നാൽ റീസൺ ആർ തെറ്റാണെന്നും നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നമുക്ക് തിരികെ പോയി ശരിയായ ഓപ്ഷൻ രേഖപ്പെടുത്താം. നന്ദി. അടുത്ത ചോദ്യവുമായി വീണ്ടും കാണാം.